കേരളത്തിലെ പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വലിയൊരു അസറ്റ് തന്നെയാണ്. കാരണം പ്രവാസികൾ അവരുടെ അന്യനാടുകളിൽ ഒഴുക്കിയ ഒരു വിയർപ്പിൻ്റെ ഒരു ബാക്കി കൂടിയാണ് ഇന്നത്തെ കേരളത്തിൻ്റെ പല സമൃദ്ധി എന്ന് പറയുന്നത്. പ്രവാസികൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരാളെന്ന രീതിയിലും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന രീതിയിലും ഈ രംഗത്ത് ഈ നിലവിൽ ഉള്ള കാര്യങ്ങളും അതുപോലെ എന്തൊക്കെയാണ് ഇനി പുതിയതായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും അതിനെ പറ്റിയിട്ടൊന്ന് പറയാം. കേരളത്തിലെ പ്രവാസികൾ എന്നുള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെയല്ല. കേരളത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ലായിട്ട് പ്രവർത്തിച്ച ഒരു വിഭാഗമാണ് കേരളത്തിലെ പ്രവാസികൾ. അതിൽ പല മേഖലയിലും ആ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം വിദ്യാഭ്യാസ മേഖലയിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അടിസ്ഥാനപരമായി അതിന് സഹായിച്ച ഒരു ഫണ്ട് എന്നുള്ളതെങ്കിൽ ഒരു വിഭാഗം എന്നുള്ളത് പ്രവാസികളാണ്. അത് കൃത്യമായി ഒന്ന് പരിശോധിച്ചാൽ കേരളത്തിൽ നിന്നും മുമ്പ് പ്രവാസ ജീവിതം വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ കാഷ്വൽ ലേബേഴ്സായിരുന്നു ഗൾഫ് നാടുകൾക്കുള്ള പ്രവാസത്തിന് ഏറ്റവും കൂടുതൽ അവർ പോയതും ആശ്രയിച്ചതും. അവിടെ ആ ഒരു കാലഘട്ടത്തിൽ പോയ ഒട്ടുമിക്ക ആളുകൾക്ക് 90% ആളുകൾക്ക് തങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പിന്നീടാണ് അവർ ബോധവാൻ. പക്ഷേ നിവൃത്തിയില്ല, പട്ടിണിയാണ്, മുന്നോട്ട് പോകാൻ രക്ഷയില്ലാത്ത സ്ഥിതിയാകുമ്പോൾ അങ്ങനെയാണ് പ്രവാസത്തിലേക്ക് പോകുന്നത്. SSLCക്ക് താഴെയുള്ള വിദ്യാഭ്യാസം മാത്രമാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിട്ടില്ല. അപൂർവമായുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട് 10%. അവിടെ അവർ കണ്ടൊരു സ്വപ്നം, ഞങ്ങൾക്ക് കിട്ടാത്ത വിദ്യാഭ്യാസം ഞങ്ങളുടെ കുട്ടികൾക്ക് കിട്ടണമെന്ന്. ആ ഒരു തീരുമാനം അവരെടുത്തു. അവർ സ്വാഭാവികമാണ്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി ഇന്ന് കാഷ്വൽ ലേബേഴ്സ് എന്നുള്ള കാറ്റഗറി ഉള്ള പ്രവാസ ജീവിതത്തിന് പകരം നോളജ് ലേബേഴ്സായി അത് മാറി. ഏറ്റവും കൂടുതൽ നോളജ് ഉള്ള ലേബേഴ്സ് ഇന്ന് തൊഴിൽ കമ്പോളത്തിൽ, ലോക തൊഴിൽ കമ്പോളത്തിൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിൽ നിന്നാണ്. അതോടൊപ്പം കേരളത്തിൻ്റെ ഇന്നത്തെ വ്യാവസായിക വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സംഭാവന, ഏറ്റവും കൂടുതൽ നോളജ് ആയിട്ടുള്ള ചെറുപ്പക്കാരെ ആ തൊഴിൽ സ്ഥാനം സൃഷ്ടിക്കപ്പെട്ടത് ഈ അന്നുണ്ടായിട്ടുള്ള മാറ്റത്തിന് ഇന്ന് എല്ലാ IT കമ്പനികളും കേരളത്തിൽ വരാൻ ഉണ്ട്. ഇവിടെ സോഴ്സ് ഉണ്ട്. ആ രീതിയിലേക്ക് മാറാൻ ആദ്യഘട്ടത്തിൽ സഹായിച്ച് പ്രവാസികൾ തന്നെയാണ്. പുതിയ നിരവധി സ്ഥാപനങ്ങൾ വന്നു. അവിടെ പണം കൊടുത്ത് പഠിക്കുന്നുണ്ട്, മെറിറ്റിൽ പഠിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ വലിയ മാറ്റം ആ മേഖലയിൽ കൊണ്ടുവന്നതിൻ്റെ എനിക്ക് തോന്നുന്നത് പ്രവാസികൾ തന്നെയാണ് 100%. നിങ്ങളൊക്കെ സഞ്ചരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഓലക്കൂരകളില്ലല്ലോ. ഏറ്റവും ചുരുങ്ങിയത് ഒരു നല്ല വീട് എന്നുള്ള സ്വപ്നം എല്ലാവർക്കും ഉണ്ട്. അതൊക്കെ ഉണ്ട്. അതിൽ ഇപ്പോഴത്തെ മാത്രമല്ല, ഈ ഒരു പ്രവാസികൾ അയക്കുന്ന പണം കൊണ്ട് ചെയ്തിട്ടുണ്ട്. അവർ പരസ്പരം സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കേരളമാണ് അവരെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. ഇപ്പോൾ ലോക കേരള സഭ, അത് കേരളത്തിലെ പ്രവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ലോകരാജ്യങ്ങളിൽ ഒരു വേദി ഉണ്ടെങ്കിൽ അത് ലോക കേരള സഭയാണ്. കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള പ്രവാസികൾ ഇന്ത്യയിലായാലും വിദേശത്തായാലും അവരെ പ്രതിനിധീകരിച്ച് ഒരു വർഷത്തിൽ 1-2 തവണ അവർ ചേരുമ്പോൾ അവർ നൽകുന്ന ശുപാർശകൾ അത് കേൾക്കുക മാത്രമല്ല നമ്മൾ ചെയ്തത്, അത് നടപ്പിലാക്കുകയാണ് നമ്മൾ ചെയ്തത്. ഇന്ന് ഏത് പ്രവാസികളുടെ കാര്യങ്ങളെടുത്താലും ഇപ്പോൾ പ്രവാസക്ഷേമനിധി, അതോടൊപ്പം തന്നെ പ്രവാസികൾക്കുള്ള പെൻഷൻ, ആരോഗ്യ ഇൻഷുറൻസ്, ഇപ്പോൾ പ്രവാസികൾക്ക് മാത്രമായി പോലീസ് സ്റ്റേഷനുകൾ ആരംഭിക്കാൻ നമ്മൾ തീരുമാനിച്ചു. അവരുടെ പരാതികൾ സ്വീകരിക്കാനുള്ള കൺട്രോൾ റൂമുകൾ ആരംഭിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ആശയം അത് നടപ്പിലാക്കുന്നതോടുകൂടി ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ പ്രവാസികളുടെ കാര്യങ്ങൾ ഇടപെടാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ നേട്ടമാണ്. ഇപ്പോൾ പ്രവാസികൾക്ക് തന്നെ അവർ പലപ്പോഴും എത്രയോ കാലഘട്ടം നമ്മളൊക്കെ കണ്ടും ഒക്കെ വളർന്ന ആളുകളാണ്. അവരുടെ ആവശ്യങ്ങൾ ഏതെങ്കിലും കാലത്തിൽ ഏതെങ്കിലും ഗവൺമെൻറ്റുകൾ ഇതിനു മുമ്പ് അവരെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുമ്പ് പ്രവാസ വകുപ്പുണ്ടാക്കി. എനിക്ക് തോന്നുന്നു വല്ലാരവി മന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു വകുപ്പ്. പക്ഷേ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയില്ല. വാക്കുകളുണ്ടായിരുന്നു, പ്രസംഗങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇന്നത് കേരളത്തിൽ നമുക്ക് യാഥാർത്ഥ്യമാക്കി മാറ്റാൻ കഴിയുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കും. നല്ല രീതിയിൽ പണം കൊടുക്കുന്നുണ്ട്. അവർക്കുള്ള സാങ്കേതികമായിട്ടുള്ള എല്ലാ അറിവുകൾ നൽകാനുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട്. അവർക്ക് വായ്പ നൽകണം. ഏറ്റവും കുറഞ്ഞ പലിശയ്ക്ക് വായ്പ കിട്ടാനുള്ള സംവിധാനങ്ങളുണ്ടായി. അത് വ്യവസായ വകുപ്പ് അത്ര ഇപ്പം ന്യൂനപക്ഷ വകുപ്പ് തന്നെ എടുക്കും, നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും. അപ്പോൾ എല്ലാ മേഖലയിലും അവർക്ക് കേരളത്തോടൊപ്പം സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് അതുപയോഗിച്ച് ഇവിടെ വ്യവസായ സംരംഭങ്ങൾ ആരംഭിച്ച ആയിരക്കണക്കിന് പ്രവാസികളെ നമുക്ക് കാണാൻ കഴിയും.
ഇപ്പോൾ വ്യവസായ വളർച്ചയിൽ വലിയ പങ്ക് വെച്ച് പ്രവാസികൾക്കാണ്. ഇവിടെ കേരളത്തിൽ നിക്ഷേപം നടത്താൻ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം കൊണ്ടുവരിക എന്നുള്ള ചെറിയൊരു പ്രശ്നമായിരുന്നില്ല. ഒരു വിഭാഗം കൊണ്ടുവരുമ്പോൾ ഭരണപക്ഷം എതിർക്കും, അല്ലെങ്കിൽ പ്രതിപക്ഷം എതിർക്കും. അങ്ങനെയുള്ള ഒരു ഇന്ന് ആ അന്തരീക്ഷത്തിൽ നമ്മൾ മാറ്റം ഉണ്ടാക്കി. ഇപ്പോൾ അടുത്ത ദിവസം മുഖ്യമന്ത്രിയുമായ ഒരു യോഗത്തിൽ ഒരു ഗ്രൂപ്പ് പ്രവാസികളാണ്. 3,70,75,000 കോടിയാണ് അവർ കേരളത്തിൽ നിക്ഷേപിക്കാൻ. 3,70,75,000 കോടി. അവർ പറഞ്ഞത് ഇന്ത്യയിൽ വർഗീയ കലാപങ്ങളില്ലാതെ സമാധാനപരമായി ഞങ്ങൾ നിക്ഷേപിക്കുന്ന പണം സുരക്ഷിതമാണ് എന്ന് പറയാൻ പറ്റുന്ന ഒറ്റ സംസ്ഥാനമേ ഉള്ളത് കേരളമാണ്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ നിക്ഷേപിക്കുന്നത്. മറ്റത് ഏതെങ്കിലും മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിലൊക്കെ തന്നെ സ്ഥാപനങ്ങൾ അടിച്ച് തകർക്കുന്ന രീതി, നഷ്ടമുണ്ടാക്കുന്ന രീതി ഉണ്ടായിട്ട്. അപ്പോൾ ആ രീതിയിലേക്ക് വന്നു. പ്രവാസികൾക്ക് പണം നിക്ഷേപിക്കാനുള്ള ഏറ്റവും വലിയ സംവിധാനമായി മാറി. ഇപ്പോൾ പൊന്നാനി, തൊട്ടടുത്തുള്ള പൊന്നാനിയിൽ നമ്മളൊരു കപ്പൽ നിർമ്മാണശാല വരുന്നുണ്ട്. മുഴുവൻ പ്രവാസികളാണ് നിക്ഷേപിക്കാൻ പോകുന്നത്. ഏകദേശം 1000 കോടി രൂപയാണ് അവരുടെ നിക്ഷേപമായി ഇവിടെ വരാൻ പോകും. അപ്പോൾ നോക്കൂ, ഇങ്ങനെയാണ് ആ മാറ്റം ഉണ്ടായാലും. പ്രവാസികളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ അവർ സ്വീകാര്യമായ രീതിയിൽ അവർക്ക് ബോധ്യപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മുടെ വിദേശ രാജ്യങ്ങളിലെ പ്രവാസി സഹോദരന്മാർ അവർക്ക് അഭിമാനപൂർവ്വം പറയാം, കേരളം ഞങ്ങളെ പരിഗണിച്ചു എന്നുള്ള കാര്യം. അത് ഒരു സംശയമില്ലാതെ തന്നെ അവർക്ക് പറയാൻ പറ്റും. അതാണ് കേരളവും പ്രവാസികളും തമ്മിൽ ഈ 10 വർഷത്തിനുള്ളിൽ അവർക്ക് ഈ ഗവൺമെൻറ് നൽകിയിട്ടുള്ള സംഭാവന. എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നല്ല, ഇൻഡിവിജ്വൽ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാവും. അതിനെല്ലാം തന്നെ പൊതുസമൂഹത്തിൽ പ്രവാസികളുടെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒട്ടുമിക്ക കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ടിക്കറ്റിൻ്റെ ചാർജ് വർധനയാണ്. ഇന്നിപ്പോൾ ഗൾഫിൽ യുദ്ധങ്ങൾ നടക്കുകയാണ്. അവിടെ പോലും എയർലൈൻസുകൾ അവരെ പിഴിയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നലെ അത്തരത്തിൽ വിവരം കിട്ടിയപ്പോൾ ഇന്നലെ തന്നെ മുഖ്യമന്ത്രി അറിയിച്ചു, കേന്ദ്ര ഗവൺമെൻറ് ബന്ധപ്പെടുകയാണ്. എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ്, അവർ അമിത ചാർജ് ഈടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഓരോ സമയത്ത് ഇടപെടാനുള്ള സംവിധാനം നോർക്ക റൂട്ട്സ് പോലുള്ള പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ശക്തമാക്കി. മറുപടി ഏതെങ്കിലും ഒരു പ്രവാസി ഒരു കാര്യം പറഞ്ഞ ഒരു 2 മാസം കഴിഞ്ഞിട്ടെല്ലാം മറുപടി, ഇത്ര സമയത്തിനുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് മറുപടി കൊടുക്കുന്ന സംവിധാനത്തിലേക്ക്. അത് വലിയൊരു ആഗ്രഹമില്ല. ഏതെങ്കിലും നാട്ടിലുണ്ടോ പ്രവാസികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരു പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുക? ഒരു ജില്ലയിൽ ഒരു സ്റ്റേഷനാണ് വരാൻ. കാരണം അവർക്ക് അവിടെ കൊടുത്താൽ മതി. പ്രവാസികൾ അവിടെ നിന്ന് അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സെറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അവരുടെ വീട്ടിലൊരു പ്രശ്നമുണ്ട്, അവിടെ വിളിച്ചു പറഞ്ഞാൽ കേരളത്തിലെ ഗവൺമെൻറ് അത് നേരിട്ട് തന്നെ അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളിൽ പ്രവാസികൾക്ക് ആവശ്യമായുള്ള കാര്യങ്ങളിൽ ഇടപെട്ടു. അത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ആ രീതിയിൽ മാറ്റമുണ്ടായിട്ടില്ല. ഇത് കേരളത്തിൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഞാനൊരു പ്രവാസിയാണ്, അതുകൊണ്ട് തന്നെ അത് ഏറ്റവും സ്വീകാര്യമാണ് എന്നുള്ള അഭിപ്രായമുള്ള ഒരാളാണ്.